ഹായ്. അപ്പോൾ ഞാനിന്ന് നിലമ്പൂരിലെ അടിയമ്പാറ വാട്ടർഫോൾസിലാണുള്ളത്. അപ്പോൾ ഇവിടെ അടിയമ്പാറയിലെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ ഇവിടെ ബൈക്ക് ഞാൻ ഇവിടെ ഫുള്ള് പേ പാർക്കിംഗ് ആണുള്ളത്. ബൈക്ക് ഞാൻ ഇവിടെ പേ പാർക്കിങ്ങിൽ വെച്ചു. എന്നിട്ട് ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് പോയി നോക്കാം. അവിടെ എന്താ സ്ഥിതി അറിയില്ല. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം പറ്റ കുറവാണെന്നാണ് കേട്ടത്. പാടിമ്പാറയുടെ മൊത്തത്തിലുള്ള വ്യൂ കാണിച്ചു തരാം. ഇത് നമ്മൾ ഇറങ്ങി വന്ന വഴിയാണ്. അങ്ങനെ ഇറങ്ങി വന്നു ഇവിടെ എത്തിയതുണ്ടോ. ഇത് ടോപ്പ് സൈഡാണ്. ടോപ്പിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന വഴിയാണ്. ഒരു ഫാമിലീസൊക്കെ ഉണ്ട്. താഴത്തുണ്ടല്ലേ, താഴത്താണ് വലിയ കഴം. അവിടെ പയ്യന്മാരെ ചാടി കുളിക്കുന്നതുണ്ട്. നമുക്ക് സൈഡിലൂടെ പോയി നോക്കാം. ഒരു കടലാസ് റോസിൻ്റെ ഒരു മരം കണ്ടില്ലേ, എന്ത് ഭംഗി നോക്കിയേ, അടിപൊളിയാണ്. അത് ഫുള്ളി പാറപ്പുറത്ത് നിറയെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയാട്ടോ. നല്ല സ്റ്റൈലുണ്ട്. ഇറങ്ങിയിട്ട് നോക്കി നമുക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലേസാണ്. ഫാമിലീസ് ആണോ. അവിടെ നോക്കിയാൽ കുറച്ച് കുട്ടികളും ഒരു ഫാമിലീസുണ്ട്. വെള്ളത്തിൽ ചാടി കുളിക്കുന്നുണ്ടല്ലേ, അടിപൊളി. ഈ സൈഡിലൂടെ തന്നെ സേഫായിട്ട് നടന്നു പോയിട്ട് കാണാൻ പറ്റും. താഴെ വരെ പോകാൻ പറ്റും. ഒരു പയ്യൻ മുകളിൽ വരുന്നുണ്ടോ, അടിപൊളി. സത്യം പറഞ്ഞാൽ സൂപ്പറായിട്ട് നിറങ്ങി ഒന്ന് ചാടാൻ പറ്റും. അതാണ് അവിടുത്തെ പ്രത്യേകത. അടിപൊളിയാ. ഓ സംഭവം നല്ല അടിപൊളിയാട്ടോ. സംഭവം എന്തായാലും നല്ല ഹെവി ആയിട്ടുള്ള വെയിലാണ്. ഇവിടെയൊക്കെ പാറയിലുണ്ടോ ചെറിയ കല്ല് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ കല്ലുകൊണ്ട് ചെറിയ തടം പോലെ ഉണ്ടാക്കിയിട്ട് ഇവിടെയൊക്കെ ചെടികൾ നന്നായിട്ട് നട്ടിട്ടുണ്ട്. അടിപൊളിയാക്കിയിട്ടുണ്ട്. ഓ സൂപ്പർ. നമ്മൾ നേരത്തെ ആ പാറ നേരെ ചോട്ടിലാണ് പോയത്. അവിടെയാണ് നമ്മൾ ആ ഒരു ജൈവ പദ്ധതി കാര്യങ്ങളൊക്കെ കണ്ടതിൻ്റെ ചോട്ടിലാ ഭാഗത്താണ്. എല്ലാവരും കുളിക്കാൻ വരുന്നത്. ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കുളിക്കുകയും ഒക്കെ സുഖമായിട്ട് ചെയ്യാൻ കഴിയും. കാരണം ഇപ്പോൾ സേഫ്റ്റി വല്ല പ്രശ്നങ്ങളൊന്നുമില്ല, വെള്ളം അധികം ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ മഴക്കാലത്താണെങ്കിൽ കുറച്ച് പ്രശ്നമായിരിക്കും. നമുക്കതിൻ്റെ ടോപ്പിൽ അവിടെയാണ് നല്ലൊരു വ്യൂ കിട്ടുന്നൊരു സ്ഥലം കാണുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അവിടേക്ക് ഒന്ന് പോയി നോക്കണം.
അപ്പോൾ നമുക്ക് അപ്പുറത്തെ വ്യൂ പോയിന്റിൽ ഒന്ന് പോയി നോക്കാം. അവിടെ എത്തി കഴിഞ്ഞാൽ ശരിക്കും കറക്റ്റായിട്ടുള്ള ടോപ്പിലേക്കുള്ള വ്യൂസ് ആയിട്ട് കിട്ടും. ഇവിടെയൊക്കെ ശരിക്കും നനയ്ക്കുന്നുണ്ടോ. അവിടെ നിന്ന് വലിയ പൈപ്പ് വെച്ചിട്ട് സ്പ്രിങ്ക്ലർ വെച്ചിട്ട് ശരിക്കും ഇവിടെ ഫുള്ള് നനയ്ക്കാണ്. പാടിയമ്പാറയിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞാലും വെള്ളം പറ്റ കുറവാണെങ്കിലും വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ശക്തമായിട്ടുള്ള ഭംഗിയും കാര്യങ്ങളൊന്നും കിട്ടില്ലെങ്കിലും സംഭവം ഓവറോൾ നല്ല സ്റ്റൈലാണ്, കാണാനൊക്കെ അടിപൊളിയാണ്. നമുക്ക് അതിൻ്റെ ടോപ്പിലേക്ക് കയറി നോക്കാം. ഇതിലങ്ങനെ അങ്ങോട്ട് കയറി പോകണം. ടോപ്പിലുള്ള വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ കേട്ടോ, സൂപ്പർ വ്യൂ ആണ്. നമ്മൾ കുറച്ച് കയറി വന്നോണ്ടേ കുറച്ച് റെസ്റ്റ് എടുക്കാം. അടിപൊളി പ്ലേസ് ഉണ്ട് ഇവിടെ. ടോപ്പിലേക്കുള്ള കാഴ്ചകൾ കാണിച്ചാലോ. അപ്പോൾ ഇതാണ് ആടിയമ്പാറയിലെ മൊത്തത്തിലുള്ള കാഴ്ച. ദൂരേക്കുള്ള കറക്റ്റുള്ള ഫുൾ വ്യൂ കറക്റ്റ് ഇവിടുന്ന് കിട്ടും. ശരിക്കും നല്ല മഴക്കാലത്ത് വരികയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ നിന്നുള്ള വ്യൂ കിട്ടും കേട്ടോ. കാരണം നല്ല മഴക്കാലത്ത് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളച്ചാട്ടമായിരിക്കും. ഇപ്പോൾ വെള്ളം പറ്റ കുറവാണ്. ഇപ്പോൾ നമുക്ക് വന്ന് സേഫായിട്ട് വന്ന് കുളിക്കുകയൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് പോവാം. പക്ഷേ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം ആ പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദിക്കാൻ തുടങ്ങിയാൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അതുവരെ ഈ ഒരു ടൈപ്പിലെ വെള്ളം ഉണ്ടാവും. കാരണം ഈ ശരിക്കും വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി പോകാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പവർ ഹൗസ് വന്നുകൊണ്ടാണ് ഇവിടേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞത്. അതാണ് ഇവിടെ നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി എപ്പോൾ എല്ലാ സമയത്തും കിട്ടാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കി. എന്തായാലും അടിപൊളി പ്ലേസാണ്. അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു വാട്ടർഫോൾസ് ഇവിടെയാണ്. ടോപ്പ് എന്നുള്ള വ്യൂ ആട്ടത്. രണ്ടാമത്തെ ആഴ്ചയൊക്കെ ഉണ്ട് അവിടെ. അവിടെ നല്ല കുറച്ച് ഡേഞ്ചർ ഏരിയ ആണ്. ഇവിടെ നിന്നാണ് നേരത്തെ 2 പയ്യന്മാരെ നേരെ ഇറങ്ങിപ്പോയി ചാടിയത്. 2 പയ്യന്മാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആയി ആയി. ഹായ്.
അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് SP ട്രാവൽ വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് സുജിത് പാടി. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ഗുഡ് ബൈ.